നമ്മുടെ പുതിയൊരു ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേ ഗൈസ്, നമ്മുടെ പുതിയ ഒരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് പറഞ്ഞത്? അതിനെന്താണ് കപ്പിൾ എന്ന് പറയുന്നത്? നമ്മൾ കപ്പിൾ ആയതുകൊണ്ട് അല്ല, ക്ലേ ആർട്ട് അല്ലേ മെയിൻ? അല്ല, കപ്പിളാ. കാരണം എന്താ അറിയോ, ഒരു സാധനം നമ്മൾ രണ്ടുപേരും ഉണ്ടാക്കുമല്ലേ, അതിൽ വിന്നർ ആരാന്ന് പറയല്ലേ, അപ്പൊ കപ്പിളാണ്. അപ്പം ഗൈസ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ പടം വരയ്ക്കുന്നതിലും ഇങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്നതിലും ചിലർക്കൊക്കെ ഭയങ്കര ടാലന്റഡ് ആണ് അല്ലേ? എങ്ങനെ ഈ കിടിപിടുത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിലൊക്കെ ചിലർക്ക് ഭയങ്കര, എനിക്ക് അങ്ങനത്തെ യാതൊരുവിധ കഴിവും ഇല്ല. ചിലര് ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള മിനിയേച്ചർ സാധനങ്ങൾ ഉണ്ടാക്കും. അതെ അതെ, ഭയങ്കര ശ്രദ്ധ വേണം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്, നമ്മൾ ക്ലേ വെച്ചിട്ട് അങ്ങനെ ഓരോ മിനിയേച്ചർ ഐറ്റംസ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ അമ്പു? ഇന്നത്തെ ചലഞ്ച് എന്താവുമെന്ന് എനിക്ക് അറിയത്തില്ല. അമ്പു ഒന്ന് മുട്ടാൻ അളുമ്പായിരിക്കും, അത് 101% എനിക്ക് ഉറപ്പാ. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ അവൻ തിന്നാൻ തീറ്റിയാണെന്ന് അപകടത്തിൽ തിന്നും. അപ്പൊ എന്തായാലും നമ്മള് ടാബില് ഓരോ മിനിയേച്ചർ ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ചലഞ്ച്. ഒരു ഫോട്ടോ കാണിക്കും, രണ്ടുപേർക്കും സെയിം ക്ലേ കൊടുത്തിട്ടുണ്ട്, രണ്ടുപേരും ഒരുപോലെ ഉണ്ടാക്കണം. അതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട്, ഏറ്റവും കിടിലായിട്ട് ആരാണോ ചെയ്യുന്നത് അവരായിരിക്കും പിന്നെ. അപ്പോ നമ്മൾ തമ്മിൽ അടിയാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ഡ്യൂട്ടി തരും. പിന്നെ ഒരു കാര്യം ഗൈസ്, നമ്മൾ കഴിഞ്ഞോട്ട് ഒരു ചലഞ്ച് ചെയ്തപ്പോ നമ്മൾ ആ ഗെയിം സ്പിരിറ്റില് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി. അപ്പൊ അതിനകത്ത് കുറെ ആൾക്കാർ കമന്റ് ചെയ്ത്, നിങ്ങളിത് എന്ത് വഴക്കാണോ എന്തുവാന്നും പറഞ്ഞ് കുറെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നു. എനിക്ക് ഈ ചലഞ്ചിലോ ഗെയിമിലോ ഇന്നായ പിന്നെ ഭയങ്കര ഗെയിം സ്പിരിറ്റാ. മറ്റില്ല, അതിനകത്തില്ല സിനിമ പിന്നെ ഭയങ്കര ത്രില്ലാന്ന് പറഞ്ഞോളെ, ഭയങ്കര ഗെയിം സ്പിരിറ്റാ. അതിൽ നമ്മൾ രണ്ടുപേരും ഇപ്പൊ കപ്പിൾസ് ആണ്, ഓക്കെ ആണ്. പക്ഷെ അതിന് പുറമെ നമ്മൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പൊ അത് പലർക്കും ചിലപ്പോൾ തള്ളിയപ്പോ എനിക്ക് തിരിച്ച് എനിക്ക് ജയിക്കണം എന്നുള്ള മൈൻഡ്. നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ ഒരു സംഭവം, അതാണ് മെയിൻ. അതെ, എന്നാലും നമ്മളെ റിലേഷൻ അതില് കൊറേ കമന്റ്സ് വന്ന് സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ എനിക്ക് വിഷമമായി. പിന്നെ കാരണം നമ്മൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ പോലും ഇല്ല. അതെ. അപ്പൊ ഗൈസ്, അതൊക്കെ വിടാം. അപ്പൊ നമുക്ക് പുതിയ ചലഞ്ച് തുടങ്ങാം. രണ്ട് ക്ലേ വാങ്ങിച്ചിട്ടുണ്ട്. അതെ, അപ്പൊ രണ്ട് ഒരേ കണക്കത്തെ കളറുള്ള ക്ലേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അമ്മയ്ക്കും മോനും, ഇത് അച്ഛന്. ഇതിനകത്ത് തന്നെ നമുക്ക് കുറെ ഐറ്റംസ് ടൂളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ കട്ട് ചെയ്യുന്ന നൈഫും ഈ വെച്ച് സംഭവങ്ങളൊക്കെ. എനിക്കിതൊന്നും അറിയത്തില്ല ഗൈസ്, നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. ട്രൈ ആണല്ലോ മെയിൻ. ഇത് കണ്ടോ, ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. കത്തി മൂന്നെണ്ണം ഉണ്ട്. ഇപ്പൊ എടുത്ത ഇവിടെ നമ്മള് നിർബന്ധം കൊടുത്താൽ മതി, പ്രശ്നമില്ല. ഈ ബോക്സിലിട്ട് കളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എങ്ങനെ ആരംഭിക്കലാമാ? ആരംഭിക്കണം ഗൈസ്. അപ്പൊ നമ്മൾ ടാബിനകത്ത് കുറെ ക്ലേ ആർട്ടുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ നമുക്ക് അങ്ങോട്ട് ടഫിലോട്ട് പോകാം. പിന്നെ ടഫ് കൊടുക്കാം, കാരണം നമ്മൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതെ, അപ്പൊ ഈ സാധനം എല്ലാ കളറും ഉണ്ട് ഇതിനകത്തുള്ള കളറുകൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒക്ടോപ്പസ് ആണ്. നിങ്ങൾ പടത്തിൽ കണ്ടോ ഗൈസ്, ഇതാണ് ഐറ്റം. ഇതാണ് ഐറ്റം. ഇതിൽ രണ്ട് കളറാണ് കാണിക്കുന്നത്. നമ്മൾ ഒരു കളർ ഉണ്ടാക്കുന്നത്, ഇഷ്ടമുള്ള കളർ ഉണ്ടാക്കാം, അവനവന് ഇഷ്ടമുള്ള കളർ ഉണ്ടാക്കാം. അങ്ങനെ വേണം. അപ്പൊ ഞാൻ എന്നാ പിന്നെ ഈ കളർ ഉണ്ടാക്കാം. ബ്ലൂ, ബോയ്സിന്റെ ബ്ലൂവും ഗേളിന്റെ. ഓക്കെ എന്നാ ശരി, ഈ പടത്തിൽ കാണുന്ന കണക്ക് തന്നെ ഉണ്ടാക്കാം. സെയിം കോപ്പി പേസ്റ്റ്. ഓക്കെ, ലെറ്റ്സ് ട്രൈ ഗൈസ്. ഇതാണ് സാധനം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെയൊക്കെ വരുമോ എന്ന്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ടൈമർ ഒന്നുമില്ല. നമ്മൾ ഈ കാര്യത്തിൽ പ്രോ അല്ലാത്തത് കൊണ്ട് നമുക്കിനി ഇതിന്റെ അടുത്ത പാർട്ടിൽ നമുക്ക് ടൈമർ, കാരണം ടൈമർ ഉണ്ടെങ്കിൽ വെപ്രോളം ആയി പോകും. അല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല ഞാൻ ചെയ്യുന്ന. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പുലിയായിട്ടുള്ളവർ താഴെ കമന്റ് ബിലോ. അപ്പൊ എന്റെ കളർ ഏതായിരുന്നു? ബ്ലൂ ഇല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഈ കളർ അല്ലേടാ അത്? അല്ല, ബ്ലൂ ഒന്നല്ലേ ഉള്ളൂ. ബ്ലൂവിനകത്ത് ഒരു കളറേ ഉള്ളൂ, ബ്ലൂ. പുരുഷൻ എന്നെ അനുഗ്രഹിക്കണം. അപ്പൊ തുടങ്ങല്ലേ, നമ്മൾ അങ്ങോട്ട് മാറ്റി. ആദ്യം നമുക്കൊരു ഉരുട്ടണം കേട്ടോ ഗൈസ്. എന്റെ കറക്റ്റ് ബ്ലൂ അല്ല കേട്ടോ, ഇതിനകത്തൊരു ലൈറ്റ് ബ്ലൂ ആണ്. ഈ സാധനം ഒരു മണമൊന്നുമില്ല കേട്ടോ. വലിയ ഉണ്ടായി ചെറിയ ഉണ്ടായിട്ട് കാര്യമില്ല, മൊത്തം എടുക്കണം. മൊത്തം ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ ഗൈസ്. ഈ സാധനം കാണാൻ ഭയങ്കര സിമ്പിളാ. അയ്യോ, ഇതിങ്ങനെ സിമ്പിൾ ആണെങ്കിൽ ഞാൻ എന്റെ ഉരുള അങ്ങോട്ട് ശരിയായില്ല ഗൈസ്. എനിക്ക് ചോറ് കുഴയ്ക്കാനേ അറിയൂ, ഈ ഉരുള കുഴയ്ക്കാൻ എനിക്ക് അറിയത്തില്ല. പിന്നെ നമ്മൾ സ്മാൾ ഉണ്ടാക്കണം അല്ലേ? ഇനി എന്റെ ഉണ്ടെന്നൊരു പെർഫെക്ഷൻ ഇല്ലാത്ത, മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്.
ഇങ്ങനെയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഓ പിന്നെ എനിക്ക് സ്ഥിരം ഇതല്ലേ പരിപാടി. അല്ല ഞാൻ പറച്ചില് കേട്ടാ ഓരോ കാര്യങ്ങൾ നമ്മളങ്ങ് പിന്മാറരുതല്ലോ. അതെ അതെ. ഉണ്ടാക്കണം. ചെറിയ ഉണ്ട് എത്ര ഉണ്ട്? എന്തോ 5 എടാ എന്റെ ഉരുളേ ഒരു പെർഫെക്ഷൻ ഇല്ല കേട്ടോ. പെർഫെക്ഷൻ നമ്മൾ വരുത്തും, അത് വേറെ. ഗൈസ് നമ്മളാണ്ട് 3 കാല് വെച്ചിട്ടുണ്ട് കേട്ടോ. മൃദുലൊന്നും ആയിട്ടില്ല. അതെ ഇത് ആദ്യം ഫിനിഷ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല. പെർഫെക്ഷൻ ആണ് മെയിൻ ഇല്ലേ? പെർഫെക്ഷൻ ആണ് മെയിൻ എന്നും പറഞ്ഞു ഒരു 3-4 മണിക്കൂറൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആളെ കൊച്ചുപിള്ളേരുണ്ടാകുന്നത് രസമല്ലേ? ഇതൊക്കെ നമ്മുടെ സ്ട്രെസ് ബസ്റ്റർ ആണ്. അതെ അതെ അതെ. ഇങ്ങനെ പക്ഷെ ഉണ്ടാക്കുമ്പോ പാടുപെട്ട് ഈ നശിപ്പിച്ച് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇതെല്ലാം കൂടെ ചുരുട്ടി കൂട്ടി കളയുമല്ലോ. ഇല്ല ഇത് ഞാൻ കളയത്തില്ല, ഇത് ഞാൻ ഷോർട്ട് കട്ട്സ് വെക്കും. നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ OLX-ലോ എവിടെയെങ്കിലും ഇടാൻ കേട്ടോ. നിങ്ങൾക്ക് മെയിൻ ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് വീട്ടിലൊക്കെ വെക്കണമെന്ന് തോന്നി കീ ചെയിനൊക്കെ ഇട്ടിടണം. ഫ്രീ ആയിട്ട് കൊടുക്കും കേട്ടോ. ഫ്രീ ആയിട്ട് തരാം, ഫ്രീ ആയിട്ട് തരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഫ്രീ ആയിട്ട് തരാം. വർക്ക് കൂടുന്നതനുസരിച്ച് ഞാൻ റേറ്റ് കൂട്ടുവേ. ആരും നീ ഒന്നൊന്നും ഉണ്ടാക്കി ഞാൻ കാട്ട്. എടാ നീ അങ്ങനെയാണോ വയ്ക്കുന്നത്? ഉണ്ടാക്കി കട്ട് ചെയ്യുന്നു. 1 2 3 4 5 6 7 ആയിരിക്കട്ടെ. പെർഫെക്ഷൻ വേണം. ഉറപ്പായിട്ടും പെർഫെക്ഷൻ കാണും സാധനത്തിന്. ഇതിപ്പോ താമര പോലായി. മൃദുല ഇങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉരുട്ടണം. ഉരുട്ടി ഒരു റൗണ്ട് ആക്കിയതിന് ശേഷം ഞാൻ നാണ്ടെ വെച്ചൊരു താമരപ്പൂ പോലൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ചുറ്റും വെച്ചോണ്ടിരിക്കുക. ഉണ്ട ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ദേ ഞാൻ നാണ്ട ആക്കിയിട്ടുണ്ട്. ചുറ്റും കാല് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ണാണ് മെയിൻ. അപ്പം കണ്ണിൻ്റെ അകത്ത് നമ്മൾ ബ്ലാക്ക് ക്ലേ എടുത്തിട്ടുണ്ട്. പക്ഷെ ബ്ലാക്ക് എന്ന് പറയുമ്പോഴേ പ്യൂർ ബ്ലാക്ക് അല്ല, ഓക്കെ ഒരുമാതിരി ക്ലേ. എനിക്ക് എല്ലാത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ഗൈസ്. ഇത് കണ്ണ് വെക്കാനായിട്ടേ ഫുൾ ബ്ലാക്ക് അല്ല. നമുക്ക് കണ്ണ് വെക്കുന്നാണ്ട് ഇതിങ്ങനെ ചപ്പിക്കാം, ഇങ്ങനെ ചപ്പിക്കാം. അത് ബ്ലാക്കാ. ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് അത്ര പോരാ. നമ്മൾ കണ്ണ് വെക്കുവാണേ. ഈ കണ്ണ് നെറ്റിപ്പൊട്ടായി പോയി, മാറ്റിയിട്ട് വരാം ഗൈസ്. എൻ്റെ ഒക്ടോപ്പസിന്റെ കണ്ണ് ഫിറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. എൻ്റെ കണ്ണെന്ന് പറയുമ്പോൾ 2 കണ്ണ് 2 ആയി പോയി. എന്നാലും നമുക്ക് കുഴപ്പമില്ല. ഇച്ചിരി ഇത് ഞാൻ വന്നേ ഈ സാധനമൊക്കെ കറക്റ്റ് യൂസ് ആവും കേട്ടോ. നമുക്ക് ചില മൈന്യൂട്ട് സാധനങ്ങൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ ആവശ്യം വരും കണ്ടോ. ഇങ്ങനത്തെ ഐറ്റംസ് എന്നിട്ട് നമുക്ക് ഗൈസ് അപ്പോ എന്റെ ഐറ്റം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്തു. ഞാൻ നോക്കുന്നില്ല, ഞാൻ ഇപ്പൊ ഏതെങ്കിലും നോക്കുന്നില്ല. നോക്കിയാലും കാണിച്ചു തരുന്നില്ല. അപ്പൊ മൃദുലയും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. ഇവിടെ വൻ വർക്കിലാട്ടോ യു പ്രോ. എനിക്ക് പണ്ടേ വരയ്ക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇത് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. കണ്ണ് വെക്കുക കേട്ടോ. ഈ കണ്ണ് വെക്കുന്ന കാര്യം ഇച്ചിരി ടഫാ മോളെ. കണ്ണ് ടഫാ, വരയ്ക്കുന്നതാണ് എളുപ്പം. അതില്ല ഞാൻ ഈ ടൂളൊന്നും ഉപയോഗിച്ചിട്ടോ. എന്റെ ടൂള് ചെറുക്കൻ്റെ ഇല്ല. ഇല്ല എനിക്ക് കുഴപ്പമില്ല. നീ വരച്ച മക്കളെ. ഗൈസ് അപ്പോ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നീൽ ഒക്ടോപ്പസ് ആണോ അതോ ഇതിന്റെ പേര് റോസ് ആണോ നല്ലേ നോക്കാം. ആദ്യം ഞാൻ എന്റേത് കാണിക്കാം. എന്റെ ഒക്ടോപ്പസ് എങ്ങനെയുണ്ട് ഗൈസ്? കണ്ണിച്ചിരി എങ്ങോട്ടോ ആയിപ്പോയി. പക്ഷെ നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മൾ കഴിവിന്റെ പരമാവധി എന്റെ ബാക്ക് സൈഡൊക്കെ നോക്കും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ നോക്കില്ല, ഞാൻ എന്നെ കാണീര്. ടൈം വേണം, നിനക്ക് ക്ഷമയില്ലേ? എടാ ഇത് ഗൈസ്, എടീ ഗൈസ് ഏതാണ്ട് കായല്ലേ ഗൈസ്? ഇതെന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന? കറക്റ്റ് ഒരു അടിയിൽ ഒരു ലെവൽ അല്ലാതെ. ആര് പറഞ്ഞ ലെവലല്ലാണ്ട് ഇരിക്കുന്ന അടിയില് കറക്റ്റ് ആയിട്ട് നോക്ക്. ഇതിന്റെ പേരാണ് ഷുണ്ടാപ്പി. നമ്മള് പേരിട്ട് എന്റെ ലുട്ടാപ്പി കാണിക്കട്ടെ. ലുണ്ടാപ്പി കാണിക്കും. ഞാൻ കൊണ്ട് കാണിക്കാം. കണ്ട ഹാൻഡിൽ വിത്ത് കെയർ. തൊടാനേ പാടുള്ളൂ, അമുക്കരുത്, കൊല്ലും ഞാൻ. അപ്പൊ ഗൈസ് ഇനി മൃദുലയുടെ പേരെന്തുവാ? ലുട്ടാപ്പി. ലുട്ടാപ്പിയാണ് ഗൈസ്. ഇതാണ് മൃദുലയുടെ ലുട്ടാപ്പി. അങ്ങോട്ടും കൂടി തിരിച്ചു കാണിക്കും. കൊള്ളാടി, കൊള്ളാം. എവളെ കുറച്ചും കൂടി പെർഫെക്ഷൻ ആയിട്ടുണ്ട് റൗണ്ട്. എന്റെ റൗണ്ട് അങ്ങോട്ട് ശരിയായില്ല. നിന്റെ റൗണ്ട് പക്ക ആയിട്ടുണ്ട്. നോക്ക്, ഈ അടിയിലത്തെ റൗണ്ടും മേലത്തെ റൗണ്ടും അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ കിടിലം കേട്ടോ മൃദുലേ. കൊള്ളാം. നമ്മുടെ ഷുണ്ടാപ്പിയും എന്തുവായിരുന്നു, ലുട്ടാപ്പിയും ഷുണ്ടാപ്പിയും ഇതേ കൂട്ടാണ്. എൻ്റെ നാണ്ട് ഇവിടെ കുറച്ച് മിസ്റ്റേക്ക് വന്നു പോയി. അല്ലാണ്ട് പെർഫെക്റ്റ് ആണ്. പിന്നെ എൻ്റെ ഉണ്ട കറക്റ്റ് ആയില്ലല്ലേ? കുറച്ചും കൂടി പെർഫെക്റ്റ് ആവേണ്ടിയിരിക്കുന്നു. ഞാൻ കുറച്ചും കൂടി ക്ഷമയെടുത്ത് ചെയ്യേണ്ടിയിരിക്കുന്നു ഗൈസ്. അപ്പോ അടുത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നു പന്നിത്തല.
അപ്പൊ നമ്മുടെ 2 ഐറ്റത്തിന്റെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, 2 ലാസ്റ്റ് നമുക്ക് കാണിക്കാം. ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടി കാണിക്കാം. സോ അടുത്ത പന്നിത്തലയാണ്. തുടങ്ങാം. അമ്പൂട്ടനും ഉണ്ട് എന്റെ കൂടെ. അപ്പൊ നമ്മള് എന്റെ ഐറ്റംസ് കളറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. എന്റെ ഒരു റോസ് അതി പോയതുകൊണ്ട് ഏട്ടൻ എനിക്ക് ഒന്നീന്ന് കുറച്ച് ഇച്ചിരി തരണേ. തരാം കരയണ്ട. ഈ വട്ടം എനിക്ക് കുറച്ച് ക്ഷമ എടുത്ത് ചെയ്യണം. എനിക്ക് ഗൈസ് ഈ റൗണ്ട് ആക്കുന്നതിനാണ് പറ്റാത്തത്. കുറച്ചെടുക്കാവേ, തോന്നിയെടുക്കല്ലേ. ഇവിടെ 2 പേരും കൂടി പാർട്ട്ണർഷിപ്പിലാണോ പന്നിത്തല ഉണ്ടാക്കുന്നത്? അതെ അതെ അതെ, അമ്പൂട്ട് സഹകരിച്ചാണോ? ഇത്രയും ചെറിയ പന്നിത്തല ഉണ്ടാക്കുന്ന കേട്ടോ. ഇത് ഈ പന്നിത്തലേ കറക്റ്റ് റൗണ്ട് അല്ലല്ലോ പന്നിയുടെ തല ഇരിക്കുന്നില്ലേ? ഇതിനകത്ത് ഇപ്പൊ റൗണ്ട് ആയിരിക്കുന്നേ. ഈ പന്നിയുടെ മൂക്കുണ്ടാക്കുന്ന കാര്യത്തിലാട്ടോ പാട്. നമ്മള് പന്നിയുടെ മൂക്കിന് തുളയിടും കേട്ടോ. പന്നിയുടെ തലയും മൂക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്റെ ഒരു ചെവിയും തലയും മാത്രമേ സെറ്റ് ആയി. എന്റെ കണ്ണുണ്ടാക്കുന്ന കാര്യമാണ് പാട്. പുല്ലി കണ്ണ് ഇച്ചിരി ടഫാണ്. അമ്പൂട്ട് ഇറങ്ങി പോയെങ്കിൽ ഞാൻ ഉണ്ടാക്കിയേ. നമുക്ക് 2 കണ്ണും ഒരേ രീതിയിൽ ഉരുട്ടാം, എന്നിട്ട് മാറ്റി വെക്കാം, എന്നിട്ട് ഉണ്ടാക്കാം. പോയി ഒരു ടൂള് കൊണ്ടുപോയി ഓടിച്ച് അടുത്തത് 2 കൊണ്ടുപോയിട്ടുണ്ട്. ഈ കണ്ണാണ് അങ്ങോട്ട് റെഡി ആവാത്തത്. കോമഡി ആയിട്ടോ. കൊള്ളാല്ലേ, കുഞ്ഞിലെ പോലും ഇങ്ങനൊന്നും കളിച്ചിട്ടില്ല. സത്യം മുതുക്കായിട്ടാണ്. എന്റെ ഒരു കണ്ണിച്ച് വലുതായോ എന്നൊരു സംശയം. ഇതിപ്പോ തുമ്പിയാണോ? സെയിം ആവണം. പന്നിക്കും തോന്നണ്ടേ പന്നിയുടെ കണ്ണും മൂക്ക് ശരിയാവാൻ. നമുക്കിനി പന്നിയുടെ കൃഷ്ണമണി റെഡിയാക്കാം കേട്ടോ. ഓക്കെ, മൃദുലയുടെ ഓരോ ശ്രദ്ധ. നീ പന്നിക്ക് ചെവി ഉണ്ടാകണോ? സൂപ്പർ ആയിട്ട് ചെവി ഞാൻ തൊട്ടോട്ടെ. ചെവി സെറ്റ് കേട്ടോ മൃദുലേ. യു മൾട്ടി ടാലന്റഡ്. പക്ഷെ കണ്ണ് ലാസ്റ്റ് വെച്ചാ മതിയായിരുന്നു. കണ്ണൊക്കെ ലാസ്റ്റ് വെക്കാവൂ. കണ്ണ് ഭയങ്കര ചെറുതാക്കണം ഗൈസ്. ഈ ടൂള് വെച്ചിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ചെറുതാക്കണം. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീട്ടിൽ. ചുമ്മാ ഒരു ടൈം ഇങ്ങനെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ടൈം പോകും. പക്ഷെ കൊച്ചുള്ളരുത് വായിലിടാതെ സൂക്ഷിക്കും. ഇതിൽ നിന്നും ചെറുതാക്കണം നമുക്ക് കണ്ടോ. ഈ സാധനം നോക്ക്, അതാണ് വളരെ സൂക്ഷ്മതയുള്ളൊരു പണിയാണ്. ഇത്രയും ചെറുതാക്കണം. കഴിഞ്ഞോണ്ട് എനിക്ക് അതാണ് അബദ്ധം പറ്റിപ്പോയത്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ കൈ നല്ല ക്ലീൻ ആക്കിയിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ കയ്യിൽ അഴുക്ക് എത്രയായാലും പറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൈയുടെ ഒരു ഇത് പറ്റുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ബാലൻസ് വരുന്നതുകൊണ്ട് ഇങ്ങനെ എല്ലാം കൂടി വെച്ച് ഒട്ടിച്ചങ്ങ് വെച്ചാൽ അറിയാണ്ട് വേസ്റ്റും ആവത്തില്ല ഗൈസ്. ഇപ്പം നമുക്ക് 2ാമത്തെ കൃഷ്ണമണി സെറ്റ് ചെയ്യാം ഗൈസ്. അയ്യോ എന്റെ കൈ തട്ടല്ലേ. കൊള്ളാമോ? ഏതാണ്ടൊക്കെ ഇല്ലേ ഗൈസ്? ഏതാണ്ടൊക്കെ ശരിയായില്ലേ? ഞാൻ ലാസ്റ്റ് കാണിക്കും. നീ ലാസ്റ്റ് കാണിച്ചാൽ മതിയടി ഗൈസ്. ഇനി നമ്മുടെ വർക്ക് എന്ന് പറയുമ്പം പന്നിയുടെ ചെവിയാണ് ഗൈസ്. അപ്പൊ ഞാൻ ചെവി കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ, പന്നിയുടെ ചെവി വേറെ കളറിലല്ലേ ചെയ്യാനുള്ള. ഈ പിങ്ക് നമുക്ക് തിരിച്ച് കവർ കയറ്റാം ഗൈസ്. അതെ, 2 പന്നിയുടെ ചെവി റെഡിമെയ്ഡ് കിട്ടുമോ? റെഡിമെയ്ഡ് കിട്ടുമെങ്കിൽ നമുക്ക് ഒട്ടിച്ചൊക്കെ വെച്ചാൽ ഇത് മൃദുലേ. അതെ, എനിക്ക് തികഞ്ഞില്ലെങ്കിൽ ഷുട്ടാപ്പിയുടെ ഓരോന്ന് ഊരി എടുക്കേ. എന്റെ തുടരുത്. പന്നിത്തല ഇവിടെ ഇരിക്കട്ടെ. ചെവി എളുപ്പമാണല്ലോ. ഇങ്ങനെ ആക്കി നമ്മുടെ ബട്ടർഫ്ലൈ പോലെ. അതെ, ഒരേ സൈസിൽ ഉണ്ടാക്കണം. ദാറ്റ്സ് റൈറ്റ്. എന്റെ അതാണ്. എന്റെ ഒരെണ്ണം ഒരു സൈസും ഒരെണ്ണം വേറെ സൈസും ആയി പോകുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ കാരണം. ഇതിപ്പം പശുവിന്റെ നാക്ക് പോലായി. വേറെ എന്തെങ്കിലും ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് ഓണാക്ക്, ഞാൻ നോക്കട്ടെ. എന്തുവാ ഓറാകെ? ഇത് കൂടെ കാണുന്നതിന് എനിക്കൊക്കെ ഫീഡിങ്ങാ. ഞാനൊക്കെ ചിട്ടി റോബോയാ. ഒറ്റവട്ടം കണ്ടാ മതി. അയ്യോ, എന്റെ ചെവിയുടെ കളർ മാറി. ഇത് കവർ തിരിച്ചു കയറ്റുന്നതിനും ടഫാട്ടോ മൃദുലേ. തിരിച്ചു കയറ്റണ്ട, നമുക്ക് ഇനി അടുത്തതിനൊക്കെ വേണമല്ലോ. സൈഡ് ഒതുക്കി വെച്ചാൽ മതി ഗൈസ്. എനിക്ക് ഈ ചെവിയുടെ കാര്യത്തിൽ എനിക്കൊന്നും പറ്റണില്ല ഗൈസ്. ഇത് എല്ലാം ശരിയാവുന്നില്ല മൃദുലേ. ചെവി അങ്ങോട്ട് റെഡി ആവുന്നില്ല ഗൈസ്. എന്തൊരു ചെവി എന്ന് ഞാൻ ആലോചിക്കുന്നത്. ചെവി ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുതായി പോകുന്നു ഗൈസ്. അതാണ് ഈ ടൂള് വെച്ച് നമ്മളിങ്ങനെ പരത്തുന്നുണ്ട്. സെറ്റ് ആവുന്നില്ല. അങ്ങോട്ട് സെറ്റ് ആവണില്ല. ചെവി അങ്ങോട്ട് സെറ്റ് ആവണില്ല ഗൈസ്. നമുക്ക് എന്തായാലും ചെവി ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒരു ടൈം ഒട്ടിച്ചാൽ പിന്നെ അങ്ങോട്ട് മാറ്റാനും പറ്റത്തില്ല. പക്ഷെ ക്ലേ കൊള്ളാം അല്ലേ ചേട്ടാ? ക്ലേ കൊള്ളാം. ഞാൻ കണ്ട ഗൈസ് ഒരു ചെവി ഒട്ടിക്കാൻ വേണ്ടി പോവാട്ടോ നമ്മള്. ഈ പന്നിക്കേ ചെവി വേദനയാണ്ട് ചെവി ഇച്ച് വലുതാവും. പിന്നെ ചെവി വേദന വന്നാൽ ചെവി വലുതാവൂ. പക്ഷെ ഇത് തൊട്ടാ അങ്ങ് പിന്നെ അങ്ങ് പോകുന്നു കേട്ടോ. അറിയാതെ ഒന്ന് തൊട്ടാലേ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ഷേപ്പ് അങ്ങ് പോവാ.
അത് ഈ പന്നീന്ന് മാറി തുമ്പി ആയപ്പോൾ പന്നിയും തുമ്പി ഒരു കോമ്പിനേഷനും ഇല്ലല്ലോ. ഗായ്സ്, അപ്പോ എന്റെ പന്നി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ മൃദുലയുടെ പന്നിത്തലയും കൂടി കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ലാസ്റ്റ് ഫൈനൽ റിസൾട്ടോട്ട് പോവാം. ഓക്കെ, ഞാൻ അപ്പൊ എന്റെ സൈഡിൽ നിന്ന് ക്ലിയർ ചെയ്യട്ടെ. ആർട്ട് കണ്ടോ, ആർട്ട് നൂന്ന് പോലും നോക്കുന്നില്ല, ഫുൾ ഇത് പന്നി അല്ലല്ലോ, ഇത് ആനയല്ലേ? ആനയുടെ ചെവി എടുത്ത് പന്നിക്ക് വിറ്റ് ചെയ്ത് വെച്ചേക്കതാ. ഇതില് വലിയ ചെവിയാണോ നോക്കണ? ഇതിലെ ചെവി പോലാണോ? ഒന്ന് കാണിച്ചേ അതിലെ ചെവി ഇരിക്കുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോ നമ്മുടെ പന്നിത്തല ആദ്യം ഞാൻ എന്റെ പന്നിത്തല നിന്റെ കയ്യിലോട്ട് തരാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം, അത് കഴിഞ്ഞ് നിങ്ങളെ കാണിക്കും കേട്ടോ. ഗായ്സ്, എന്ത് ഗായ്സ് കുഴപ്പം, അമ്പുചിരിക്കുന്നു. ചെവിയാണ് ഇതിങ്ങനെ ചെവി ബാക്കിലോട്ട് പോകുന്നത്. മുയലാ ഗായ്സ്, കറക്റ്റില്ലേ ഗായ്സ്? നോക്ക്, ചെവി ഇച്ചിരി ഇതായി പോയതേ ഉള്ളൂ, സാധനം സെറ്റ് ഇതാണ്ടാ. അതേ സമയം എന്റെ ഞാൻ അങ്ങോട്ട് തട്ടെ, ഇങ്ങനെ അങ്ങോട്ട് കാണിയത്. ഓ മൃദുലയുടെ സെറ്റ്. എടാ ഗൈസ്, അല്ല ഗൈസ്, ഇത് ടഫ് കോമ്പറ്റീഷൻ ആട്ടോ, ഇത് ടഫാണ്. ഇത് എന്റെ പന്നിയാണ് കേട്ടോ, മൃദുലയുടെ പന്നി. അയ്യോ, എന്തൊരു കണ്ണ് പേടിയാവുന്നു കണ്ടിട്ട്. അങ്ങനെ കാണിക്കാതെ ഇവിടെ കൊണ്ടുപോയി നമുക്ക് നല്ല നോർമലി വീഡിയോ എടുക്കാം. നോർമലി തന്നെ വേണ്ട, നോർമൽ പന്നി തന്നെ ഇത്. ഗൈസ്, ഇതാണ് ക്വിക്ക് കമ്പാരിസൺ. നേരെ വെക്ക, എന്റെ പന്നി കൂടെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചാലേ അവർ കറക്റ്റ് അറിയത്തുള്ളൂ. ഒട്ടിച്ചിരിച്ചോളൂ. ആ ഓക്കെ ഗൈസ്, ഏത് പന്നിയാണ് ഗൈസ് നല്ല ക്യൂട്ട് പന്നി? ചെവി ഇച്ചിരി വിരിക്കട്ടെ. ഈ പന്നിയാണ് ഗൈസ്, പറയൂ ഗൈസ് നിങ്ങൾ. എന്റെ കുറച്ച് വർക്കൗട്ട് ഒക്കെ ചെയ്ത പന്നിയാ, ജിമ്മിലൊക്കെ പോകുന്നുണ്ട് പുള്ളി. ഇത് മടിയടാ, ഇച്ചിരി വീങ്ങിയിരിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ പന്നിക്കുട്ടന്മാരെയും ഇങ്ങോട്ട് വെക്കാം. അപ്പൊ ഗൈസ്, നമ്മള് പന്നിക്കുട്ടന്മാരെയും നമ്മളിത് ഫ്രണ്ടിലൂടെ നിരത്തി വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഏത് വേണം? ക്യാരറ്റോ? ഓക്കെ ഗൈസ്, അടുത്തത് നമ്മള് ക്യാരറ്റ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന. ക്യാരറ്റ്. ഓക്കെ, വേണ്ടേ, ഇതാണ് ഐറ്റം ക്യാരറ്റ്. ഇതിനെല്ലാം കണ്ണുണ്ടല്ലേ? എല്ലാത്തിനും കണ്ണുണ്ടേ, കണ്ണാണ് ഇച്ചിരി പാട്. അപ്പൊ നമുക്ക് ക്യാരറ്റ് തുടങ്ങാം. ഓറഞ്ച് ആൻഡ് ഗ്രീൻ. അടി, ഇതിന്റെ ടഫ് എന്ന് പറഞ്ഞാലേ ഇത് റൗണ്ട് അല്ല, അതാ ചുരുട്ടാൻ പറ്റൂല. ഉരുട്ടാൻ പറ്റത്തില്ല, കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് പറ്റും. അയ്യോ, ഇതിപ്പോ വഴി തന്നെ. അല്ല, ഈ ഷേപ്പ് നോക്കണ്ട, നമുക്ക് ക്യാരറ്റിന്റെ ഒരു ഷേപ്പ് അറിയാലോ. അതെ അതെ, ഞാനും അങ്ങനെ നോക്കുന്നുള്ളൂ കേട്ടോ. എല്ലാം നമ്മളങ്ങ് കോപ്പി അടിച്ചാലോ. ക്യാരറ്റിന് നമ്മള് ഇല ഉണ്ടാക്കുവാണ് ഗൈസ്. കുറച്ച് വീഴ്ചയാക്കിയത്. ക്യാരറ്റ് കൊണ്ടൊക്കെ എളുപ്പമാണോ, സിമ്പിൾ. ഞാൻ മൃദുലേ കണക്കല്ല, ഭയങ്കര ഫാസ്റ്റാ. ക്യാരറ്റിന് ഇല ഫിറ്റ് ചെയ്യാം. ഞാൻ പോലും അറിയാതെ ഞാനൊരു കലാകാരൻ അങ്ങ് ഉണർന്നു ഗൈസ്. മൃദുലേ, ഡീറ്റെയിലിങ്ങേ ക്യാരറ്റിന് മറ്റേ അച്ചൊക്കെ ഇടുന്ന ഗൈസ് അവള്. അതുകൊണ്ട് ഇതുപോലൊക്കെ അച്ച പേടിച്ചില്ല. കോപ്പി ഒന്നും അടിച്ചില്ല ഗൈസ്. നമ്മള് ക്യാരറ്റിന് ചുണ്ടും കണ്ണും വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൃഷ്ണമണി കൂടെ സെറ്റ് ചെയ്യണം കേട്ടോ. ഈ കൃഷ്ണമണി സെറ്റ് ചെയ്യുന്നതാണ് ടാസ്ക്. കണ്ടോ, വളരെ ചെറിയ ഒരു ബോൾ വേണം നമ്മൾ ഉരുട്ടാൻ കേട്ടോ. അയ്യോ, ഇതും വലുതായിപ്പം, കുറച്ച് വലിയ കണ്ണാക്കം ഉള്ളതായിരുന്നു. അയ്യോ, ഇതിപ്പം കണ്ണിച്ചിരി കൂടി വലുതാക്കുള്ളായിരുന്നു. എപ്പോഴത്തേം പോലെ ഞാൻ എക്സാം വേഗം എഴുതി തീർന്നിരിക്കുന്നു. ഈ കുട്ടി എന്ത് സ്ലോ ആണ്. പണ്ട് തൊട്ടേ ഇങ്ങനെ കുറെ നേരം ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല. അത് എക്സാം പേപ്പർ ആയാലും ശരി, പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിരിക്കണം. എന്റെ ക്യാരറ്റ് കുട്ടപ്പനെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. എന്റെ കണ്ണിന് ഇച്ചിരി ഫോൾട്ട് ഉണ്ട്, പക്ഷെ എന്നാൽ പോലും കുഴപ്പമില്ല, സെറ്റാക്കി വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും പോലും എന്നിൽ ഞാൻ പ്രതീക്ഷ അർപ്പിച്ചില്ല ഗൈസ്. ഞാൻ തിളങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു ഇതായിട്ട് തോന്നിക്കാണും, പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. ഞാൻ അതിനെക്കാട്ടി നന്നായിട്ട് പെർഫോം ചെയ്തു, സീരിയസ് ആയിട്ട്. എന്നോട് ഈ ചലഞ്ച് തുടങ്ങുന്നതിന് മുന്നേ ചോദിച്ചേട്ടോ, എന്നെ കൊണ്ട് പറ്റുമായിരിക്കുമോ, എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെയാണ്. ടാലന്റ് ഇല്ല ഗൈസ്. പക്ഷെ ഇപ്പൊ ടാലന്റ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായി. ഐ ക്യാൻ. എന്തായി താങ്കളുടെ ക്യാരറ്റ്? മൃദുല ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. അത്രയും ക്യാരറ്റ് ഡീറ്റെയിലിംഗ് ഞാൻ നിങ്ങൾ പറഞ്ഞില്ല കേട്ടോ.
ഉണ്ടാക്കുമ്പോ നമ്മുടെ ഇഷ്ടം ഡീറ്റെയിലിംഗ് ഒക്കെ. അത് നിന്റെ ഒരു തമിഴ്നാട് ക്യാരറ്റും അത് മരുന്നടിച്ച ക്യാരറ്റ് എന്താ അത് വീർത്തിരിക്കുന്നത് എന്റെ കുഞ്ഞു ക്യാരറ്റ് നാടൻ ക്യാരറ്റ്. നാടൻ ക്യാരറ്റ് ഒക്കെ അരിഞ്ഞു കണ്ടോ? അരിഞ്ഞു എനിക്ക് വയ്യ കൈ. കണ്ണിന്റെ ആ ചെറിയ ഇതുണ്ടോ? ആ പടം കാണിച്ചേ. ചെറിയ രണ്ടുണ്ട് എന്നാലേ കണ്ണിന് ഒരു തിളക്കം കിട്ടത്തുള്ളൂ. പെർഫെക്റ്റ് പെർഫെക്ഷൻ. എന്ത് കാര്യം ചെയ്താലും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കണം. എന്റെ ക്യാരറ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു. നമ്മൾ ഇതിലൊന്നും ഇല്ലേ. ഒരു ലോഡ് കളിപ്പാട്ടത്തിന്റെ ഇടയിൽ ഗൈസ്. അപ്പോ നമ്മുടെ ക്യാരറ്റിന്റെ പണിയും ദേ അവസാനിച്ചിരിക്കുകയാണ്. സോ ഇനി ക്യാരറ്റിനെ റിലീസ് ചെയ്യാനുള്ള ഫേസ് റിവീൽ എന്റെ ക്യാരറ്റ് ആദ്യം കാണിക്കാം. ഞാൻ നോക്കിയില്ലായിരുന്നു. വെച്ചതാ കാരണം ഇത് തൊട്ടാ പോയി. എന്തെങ്കിലും തൊട്ടാ അതും വേറെ ഷേപ്പ് പോയി. എന്തോ അത്ര മോശമാണോ? ഇത് കേരളത്തിലുണ്ടായ ക്യാരറ്റാ, അല്ലാതെ വളമടിച്ചുള്ള ക്യാരറ്റ് ഒന്നും അല്ല. കണ്ടോ, ഇത് കേരളത്തിൽ അന്തസ്സുള്ള ക്യാരറ്റാ. കണ്ടോ, ക്യൂട്ടല്ലേ ഗൈസ്? അടിപൊളിയല്ലേ? താങ്കളുടെ ചെവള ഭയങ്കര ഡീറ്റെയിലിംഗ്. ചുറ്റും ആ ഒരു വര പോലും ഞാൻ ചുറ്റും അതേ ഫോക്കസ് ചെയ്തിട്ടതാ. അടിപൊളിയാട്ടോ ഗൈസ്. അതുമല്ല എവളെ ഇലയൊക്കെ കറക്റ്റ് ആയി. എടാ എന്റെ ഒട്ടും മോശമല്ല മൃദുലേ. മോശമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ ഒട്ടും മോശമല്ല. പക്ഷെ ഇലയൊക്കെ ഇങ്ങനെ പിരിത്ത് വെച്ചല്ലേ. ഇലയൊക്കെ ഞാൻ കുറച്ച് ഡെക്കറേഷൻ കൂടി. കൊള്ളാം. അപ്പൊ ഇത് ടഫാ. നിങ്ങൾ തന്നെ മാർക്കിട്. ഞങ്ങക്ക് വയ്യ അടികൂടാ. ഓക്കെ ഗൈസ്, അപ്പോ ഇത് രണ്ടെണ്ണം കൂടി നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഇത് ടഫ് എന്താണെന്നറിയോ? ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ മുട്ടി. അത് ശരിയാ. പിന്നെ അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോഴേ ഒരു കണ്ണ് വെക്കാന്ന് വിചാരിക്കുക, ആ കണ്ണ് പിന്നെ നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. എടുത്താ വരത്തുള്ളൂ. അതുമല്ല പിന്നെ അലമ്പാവും. പിന്നെ നമ്മള് എന്തെങ്കിലും ശരിയാ. അപ്പൊ ഇത് ഒറ്റ വട്ടം ചെയ്താ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ക്യാരറ്റിന്റെ അവസാന റിസൾട്ട്. സോ നിങ്ങളാണ് വിധികർത്താവ്. നിങ്ങൾ പോയിന്റ് ഇടൂ, ഏതാണ് ബെറ്റർ എന്ന്. എന്റെ കൊള്ളാല്ലേ? നിന്റെ കറക്റ്റ് ക്യാരറ്റിന്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. എന്റെ ബേബി ക്യാരറ്റാ. ഇതാ വില കൂടുതൽ. കണ്ണും മൂക്കും ചെറുതായി പോയി. കുഞ്ഞു വായും കുഞ്ഞു കണ്ണുമായി പോയി. ഞാനങ്ങ് വലുതാക്കി. കൊള്ളാം ഗൈസ്. അടുത്തത് കുറച്ച് ടഫാണ്. നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു ഹണി ബി ഗൈസ്. നമ്മളെ കൊണ്ട് പറ്റുമായിരിക്കും. ട്രൈ നോക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉണ്ടാക്കിയാൽ ഏറ്റവും ടഫ് ഇതാന്ന് തോന്നുന്നു. കളർ ഉണ്ടല്ലോ, മഞ്ഞയുണ്ട്. മഞ്ഞയും ബ്ലാക്കും വൈറ്റും ആണ് നമുക്ക് വരുന്നത്. സോ ലെറ്റ്സ് ട്രൈ ഗൈസ്. ഇത് നോക്ക് ഗൈസ്, നമ്മുടെ ഉത്സവത്തിലൊക്കെ നമ്മുടെ ഉത്സവപ്പുറത്ത് കളിപ്പാട്ടം ഏതെടുത്താലും 5 രൂപ. അപ്പൊ ഗൈസ് തുടങ്ങാം. ഹണി ബി മഞ്ഞ. ഈ കളർ അല്ലേടാ? മഞ്ഞ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഒറ്റ മഞ്ഞേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ഈ ഹണി ബിയുടെ ടെക്സ്ചർ എന്ന് പറഞ്ഞാലേ ഈ മുട്ടയുടെ കണക്കായിരിക്കുന്നത് അല്ലേ? ടെക്സ്ചർ ഇല്ല, സ്ട്രക്ചർ. ഓവൽ ഷേപ്പ്. സോറി ടീച്ചർ. ഓക്കേ, ഇറ്റ്സ് ഓക്കേ മൈ ഡിയർ. അതെ, അതും ഇത് റെഡിമെയ്ഡ് കിട്ടുമോ? ഇല്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ഷേപ്പ് അങ്ങോട്ട് ശരിയാവാതെ കേട്ടോ. ഷേപ്പ് പെട്ടെന്ന് ഉണ്ടാക്കിയല്ലോ. ഞാൻ തേനീച്ചയുടെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. തേനീച്ചയുടെ കൂടെ ബോഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ പുറത്തുള്ള ഒരു ലെയർ ഉണ്ടല്ലോ, ഒട്ടിച്ച് നോക്കാം. മൂഞ്ചി ഇത് കട്ടായി പോകുന്നത്. ഇതൊക്കെ ഹണീബി എന്നൊക്കെ പറയായിരിക്കില്ലേ? ഒരു പെർഫെക്ഷൻ നോക്കി നിങ്ങൾ. ചുറ്റും വേണ്ട, വേളി മാത്രം. തേനീച്ചയുടെ മൂട്ടിലൊരു ചെറിയ വാലുണ്ട് ഗൈസ്. നമുക്ക് വാലും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂട്ടിന് കൊള്ളായി. ഗൈസ് സത്യം പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് പോയിന്റ് തരണം, കാരണം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ ഒരുത്തി ഇതിൽ ഞാൻ സ്കോർ ചെയ്യും കേട്ടോ. ഇത് എന്തോന്നാണ് ഇത്? തേനീച്ചയുടെ മൂരത്തിന്ന് വേറെന്തോ വന്നിരിക്കുന്ന ഒരു സാധനം ഫിറ്റ് ചെയ്തില്ല. തേനീച്ചക്ക് ചിറക് വെള്ളമുണ്ടില്ലേ? ഓക്കെ, അതുകൂടി സെറ്റ് ചെയ്യാം. മൃദുല ഭയങ്കര ഡീറ്റെയിലിംഗ് ആട്ടോ. ഹാർഡ് വർക്ക് പിന്നെ 100ഉം റിസൾട്ട് 0യും. പിന്നെ സൂപ്പർ. ഇങ്ങനെ ഈ ഒരു ആംഗിളിൽ നിന്ന് എടുത്ത് നോക്കി. ഏത് ആംഗിളിൽ നിന്ന്? എന്താടാ എന്റെ തേനീച്ചക്ക് കുഴപ്പം? തേനീച്ചയുടെ ഒരു ബാക്ക് എന്തുവാണ് ഇത്? ബാക്കിലെ വാല്. ശരിയടി. നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. നിങ്ങളിത് കണ്ടിട്ട് ഇതെന്ത് ഓർഡർ ചെയ്യും കേട്ടോ എൻ്റെ.
എടി സത്യത ഇപ്പൊ ഈ ലുക്കിൽ കാണാൻ എന്റെ ഒക്ടോപ്പസ് നല്ലതായിട്ട് തോന്നുന്നു എനിക്ക്. നിന്റേത് കൊള്ളാം. അവര് കമന്റ് ഇട്ടേതാ. നിങ്ങൾ കമന്റ് ചെയ്യുക ഏതാ നല്ലതെന്ന്. കണ്ടോ ഇതില് വലിയ പന്നിത്തല മൃദുലയുടെ, ചെറിയ പന്നിത്തല എന്റെ. ക്യാരറ്റ് എടാ, ഞാൻ ഒരു കാര്യം ഞാൻ പറയാലോ മൃദുലേ, ഞാനേ ഇത്രയും ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ അല്ല സീരിയസ് ആയിട്ട് ഞാനും പിന്നെ എനിക്കിത് അറിയത്തില്ലല്ലോ അല്ല കൈസ്, എവള് മൃദുല കള്ളൊന്നും വരയ്ക്കും. എവള് മറ്റേ ഈ സുവോളജിയുടെ ഒക്കെ റെക്കോർഡൊക്കെ വരയ്ക്കും. നമുക്ക് ഹിസ്റ്ററിയിൽ അങ്ങനെ റെക്കോർഡും പുല്ലൊന്നും ഒന്നുമില്ല. അപ്പം അവർക്ക് അതിനുള്ള ടാലന്റ് ഉണ്ട്. ഞാൻ പടം വരയ്ക്കുന്ന വേറെ. അപ്പൊ നിങ്ങളാണ് ജഡ്ജസ്. മാർക്ക് മൃദുല മുരുകൻ ഓൺ ദ സ്റ്റേജ്. യെസ്, കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ബസ് ഹണീബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗൈസ് ഹണീബി കൊള്ളാം. തിരികെ അയ്യോ ഹണീബിയുടെ ഫ്രണ്ട് ഒക്കെ നല്ല രസമുണ്ട്. ബാക്ക് ഓക്കെ. അപ്പോ ചെറിയ പൂവൊക്കെ കൊള്ളാം, നൈസ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങള് ഇതിന് എത്ര മാർക്ക് കൊടുക്കും? കൊട ചൂടിയ പോലെ ഉണ്ട്. തേനീച്ച കൊട ചൂടി അപ്പി ഇട്ടുകൊണ്ട് ഓടുന്നു. ഇനി ചെസ് നമ്പർ 2 പ്രവീൺ. ഗൈസ് ഇത് നമ്മുടെ മടത്തി ചേർന്ന മടത്തി ചേർന്ന ഹണീബിയ. ഒരു കുഴപ്പമില്ല കേട്ടോ. രണ്ട് ഷേപ്പ് ആയിട്ടിരിക്കണ്ടേ, രണ്ടായിട്ടിരിക്കണ്ടേ? എന്ത് പ്രശ്നം? ഈ കണ്ണൊക്കെ എന്തെങ്കിലും ഫ്രണ്ടിലോട്ട് തള്ളിയിരിക്കുന്നേ. അത് ദേഷ്യത്തില. അല്ല, നിന്റെ വാല് നോക്കട്ടെ. വാലെന്ത് കുഴപ്പം? ഇല്ല, എന്തോ കുത്തിയിരിക്കുന്ന പോലുണ്ട് ബാക്കില്. അത് തേനീച്ചിച്ച് കട്ടോണ്ട് ഓടിയതാ കണ്ടവന്റെ അയ്യത്തുനിന്ന്. അവ എടുത്ത് എറിഞ്ഞതാ, മൂലത്തി ഒന്ന് ഒട്ടി. അതിൽ നീ ആ കറുപ്പ് റൗണ്ട് ചെയ്താ, ഫുൾ റൗണ്ട് വെച്ചാ? ആ കറുപ്പ്, അതിന്റെ റൗണ്ട് വേണ്ടേ? മേള് കാണുന്ന മാത്രം പോരെ. ഞാൻ കണ്ടർ പ്രൊഫഷണൽ അതാ ഇത് കാണാറുണ്ട് അതിന്റെ മേളത്തെ. അമ്മൂട്ടി എങ്ങനെ ഉണ്ട്? എടാ അമ്മൂട്ടി മൊത്തം ചവിട്ടി നശിപ്പിക്കും. എന്റെ അങ്ങ് വിഷമിച്ച് മുഖവനെ എന്ത് പറ്റിയെന്തോ. കൊള്ളാം ഗൈസ്. എന്റേതും പിന്നെ ഇത് കൂടിപ്പോയി, ഒരുപാട് കൂടിപ്പോയി. അത് ചില ഇതിന്റെ വലുതാ. നമ്മളാ എന്നാലും പടത്തിൽ കാണുന്ന പോലെ ശരി ഏകദേശം രൂപം വരണ്ടേ? ഒന്നില്ലേ ഗൈസ്. അപ്പൊ നിങ്ങൾ മാർക്ക് ഇട് ഗൈസ്. ഇതില് നമ്മള് മാർക്ക് ഒന്നും ഇടുന്നില്ല കേട്ടോ. നിങ്ങളാണ് നമ്മുടെ എല്ലാം. അതെ. അപ്പൊ ഹണീബിയും കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ബാക്കി ഇവിടെ അഞ്ചാമത്തെ റൗണ്ടാണ് ഇനി നെക്സ്റ്റ്. ഗൈസ് അപ്പൊ നമ്മള് അടുത്തത് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നു. താറാവേ താറാവേ താറാവേ. അപ്പൊ നമ്മളെ ക്യാരറ്റ് കുട്ടൻ, അതുപോലെ തന്നെ പന്നിക്കുട്ടൻ, ഒക്ടോപ്പസ്, തേനീച്ച, അടുത്ത താറാവ്. ഓക്കെ, താറാവിന് ഏത് കളർ? മഞ്ഞ. നമ്മുടെ നാട്ടിലൊക്കെ ചെമ്പൻ. തീർന്നു കേട്ടോ, തീർന്നു. നമുക്കൊരു കാര്യം ചെയ്താലോ, കറുത്ത താറാവിനാക്കിയാലോ? കാക്കയായി പോയില്ലേ? മഞ്ഞ ഉള്ളത് വെച്ചുണ്ടാക്കിയാലോ? തികയത്തില്ലല്ലേ? രണ്ടുപേർ കൂടെ അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കാം. താറാവിന്റെ ഷേപ്പ് കുറച്ച് ടഫാണ്. നമുക്ക് അടി ഇങ്ങനെ പതുങ്ങി പോണം. ചെടി താറാവ് ടഫാണ്. ഇപ്പൊ ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറച്ചൊന്ന് പാടുള്ളത് താറാവാണെന്ന് തോന്നുന്നു കേട്ടോ. സീരിയസ്ലി യെസ്. ഇതിനൊരു താറാവിന്റെ ശരീരം. ഓ മാൻ, അത് കാണിച്ചേ. തല സെറ്റ് ചെയ്യാനുണ്ട്. നീ താ പുലിയടി. താറാവിന്റെ തല ഇപ്പൊ അമ്മിക്കല്ല് പോലായി. താറാവിന്റെ തല തേങ്ങ. താറാവ് ഒറ്റ ഇടി അടിച്ചോട്ടെ താറാവ്. ദേഷ്യം വരുന്നത് എനിക്ക് അതിന്റെ ഇതും കൊണ്ട് കിട്ടുന്നില്ല കൈസ്. അതിന്റെ ഒരു സർഫസ് കൊണ്ട് കിട്ടുന്നില്ല. ഒരു സർഫസ് ഒക്കെ സിമ്പിളാ. അല്ല, ഇച്ചിരി ടഫാണ്. ആദ്യം റൗണ്ട് ആക്കിയിട്ട് മേളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വാലിന്റെ അറ്റം വന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് കൂർപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ സെറ്റായി, ഏതാണ്ട് സെറ്റായി. ഇനി നമുക്ക് തല സെറ്റ് ചെയ്യാം ഗൈസ്. നമുക്ക് ഇച്ചിരി ഉള്ളായിരുന്നു കേട്ടോ മഞ്ഞ. നമ്മള് മഞ്ഞ മൊത്തം ഉള്ള മഞ്ഞ മൊത്തം ഉരുട്ടി ഹണീബി ഉണ്ടാക്കി. താറാവിന്റെ തല നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടല്ലാതെ ആരെ കൊണ്ടാ പറ്റും. മൃദുലയുടെ മുതുക്ക് തല ഞാനും കുറച്ച് വലുതാക്കട്ടെ ഗൈസ്. ബോഡിയിലും ആ തല സ്യൂട്ട് ആവണം. അത് ശരിയാണ്. എന്തുവാ പോതാ അവിടുന്ന്? ഞാൻ താതാവിനെ ഉണ്ടാക്കുക. നമ്മളിപ്പോ കാർട്ടൂണാ ഇവന്റെ കൂടെ ഇരുന്ന് കാർട്ടൂൺ കൊണ്ട് കണ്ടേ. കാർട്ടൂണിന്റെ ചിന്തേ ഉള്ളൂ. ഇനി ചുണ്ടില്ലേ, ചുണ്ട് നമുക്ക് ഗൈസ് ഈ സാധനം അങ്ങോട്ട് പീച്ചണം, എന്നിട്ട് പരത്തണം. ഒരു സാധനം മറന്നു പോലെ സൈഡിൽ ഒരു ചിറകുണ്ടേ. ഇത് നമുക്ക് അറിയാം, അതൊക്കെ നമ്മളതൊക്കെ ചെയ്തോളാം. താങ്കളുടെ കാര്യം നോക്കൂ. ഇത് ത്രികോണാകൃതിയിലാണ് നമ്മളെ സാധനം ഇരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഇത് വെച്ച് കട്ട് ചെയ്യണം ഈ ടൂൾ വെച്ച്.
അതെ റെഡിമെയ്ഡ് ചുണ്ട് കിട്ടൂ. റെഡിമെയ്ഡ് ചുണ്ടൊന്നും കിട്ടൂല. ഞാൻ ഇത് വിൽപ്പനക്കില്ല. നമ്മളെ ബോഡി ഗൈസ് ഇതേ ഏതാണ്ടൊക്കെ ബോഡി ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ്ടോ. ഇനി നമുക്ക് ഇതും കൂടി ഇത് സെറ്റ് ആക്കാറുണ്ട്, ചുണ്ടും കൂടി. ഇങ്ങനെയൊക്കെയല്ലേ ഓരോ കഴിവൊക്കെ പുറത്തു വരുന്നത്. സത്യം എനിക്ക് തന്നെ ഈ ഒരു ടാലന്റ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ലേ, അതൊക്കെ ഒരു നിമിത്തമാണ് ഉണ്ണി. ഇതൊക്കെ ഊക്കുവാണോ പ്രോത്സാഹിപ്പിച്ചാണോ? അല്ലടാ, ഞാൻ താറാവിന്റെ ചുണ്ട് കണ്ടൊന്ന് ചിരിച്ചു പോയതാ. JCBയുടെ ഫ്രണ്ടിലെ പുമ്പിക്കൈ പോലുണ്ട്. ഗൈസ് ഇവിടെ താറാവിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മൃദുലയുടെ താറാവിലോട്ട് പോവാം. ആദ്യം എന്തായി താറാവിന്റെ പണികൾ? താറാവിന്റെ തലയും ബോഡിയും മാത്രമേ സെറ്റ് ആയുള്ളൂ. ഞാൻ ചിറകിനുള്ള ഒരു പരിപാടിയിലാ. അത് കഴിഞ്ഞിട്ട് ഇനി ചുണ്ട് വേണം, കണ്ണ് വേണം. വേണ്ട ഒരു സൈഡിൽ വെക്കേണ്ട ഒരു ചിറക് പോലത്തെ സാധനത്തിന്റെ പിന്നാലെയാണ് ഞാൻ. ഇതങ്ങ് തൊട്ടാലേ അങ്ങ് അടുത്ത ഷേപ്പിലോട്ട് അങ്ങ് പോവാ. നമ്മൾ വെച്ച ഷേപ്പ് അങ്ങ് മാറുവാ. സത്യം ക്ഷമ വേണം കേട്ടോ. നല്ല ക്ഷമ വേണം കേട്ടോ. നമുക്ക് ഈ കുറെ സമയം ഉണ്ടെങ്കിൽ എനിക്ക് അത്ര ഇത് കണ്ടിട്ട് വലിയ സന്തോഷം തോന്നില്ല. നമുക്ക് കണ്ണ് ഫിറ്റ് ചെയ്യാം ആദ്യം കേട്ടോ. ഞാൻ അത് ചെയ്ത് ഇമ്പ്രൂവ് ആയിട്ടോ. കണ്ടില്ലേ, താറാവിന്റെ ചുണ്ട് കണ്ണും സെറ്റായി ഗൈസ്. അവിടെ എന്തായി? അവിടെ താറാവിന്റെ ബോഡി ഒരു ചിറകും സെറ്റായി. ഒരു ചിറക് പോലെ സൈഡിൽ കാണിക്കുന്നത്, ഒരു ചിറക് മതി. ഞാനും ഗൈസ് താറാവിന്റെ ചിറകിനുള്ള പണിപ്പുരയിലാണ്. പക്ഷെ ഈ ടൂൾ ആവശ്യമാണ് കേട്ടോ. ചില സാധനങ്ങൾക്ക് ഈ ടൂള് വളരെ ആവശ്യമാണ്. ഒരു സൈഡിലെ ചിറക് വെച്ച് നമുക്ക് അടുത്ത സൈഡിലെ ചിറക് മുട്ട ആയാലോ. ഹൈ 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 ഹേ ഗായ്സ്, ഞാൻ വീണ്ടും ഞാൻ തന്നെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഞാനാണ് കേട്ടോ പിടിക്കാൻ. ആ കാര്യത്തിൽ എനിക്ക് പോയിന്റ് തരണം. സത്യത്തിൽ ഇനി തൊട്ട് ടൈമർ വെക്കണം കേട്ടോ. 2 മിനിറ്റിനുള്ളിൽ സാധനം സെറ്റാക്കണം. അങ്ങനെ തിരിച്ചു വെച്ചാൽ ഞാൻ ചുമ്മാ ഉണ്ടാക്കിയിട്ടല്ലോ. പെർഫെക്ഷൻ ആ ഒരു ഇതിലോട്ട് എത്തുന്നുണ്ടോന്നോ ഞാൻ ഉണ്ടാക്കിയില്ല. ഏതെങ്കിലും അതിനോട് മാച്ച് അല്ലാതെ ആയിരുന്നു. ഈ മൃദുലേക്ക് കോപ്പി അടിക്കണം കേട്ടോ എപ്പോഴും. എനിക്ക് മൈൻഡിൽ അത് ഫസ്റ്റ് സ്ട്രൈക്ക് ആയ എനിക്കിത് പിന്നെ നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാനേ അതിന്റെ കൂടെ കുറച്ച് ഡെക്കറേഷൻ വർക്കുകളും ചെയ്തിട്ടുണ്ട് കേട്ടോ. താറാവ് മാത്രമല്ല. പണി എന്തായെന്ന് അപ്ഡേറ്റ് കാണിക്കാമോ? അതൊന്ന് കാണിക്കാമോ? എവിടം വരെ ആയെന്ന്? ഞാൻ മൂക്ക് ഫിറ്റ് ചെയ്തു. മൂക്ക് വേണമെങ്കിൽ ഞാൻ തരാം. ഏട്ടന്റെ മൂക്കുണ്ടോ? ഞാൻ മൂക്ക് പണിഞ്ഞു തരാം. ഞാൻ മൂക്ക് പണിയാൻ എടുക്കണേ. നോക്കട്ടെ ഏട്ടന്റെ മൂക്ക്. എന്റെ മൂക്ക് കണ്ടാ നീ ഞെട്ടും. നമ്മൾ ലവ് ആണോ? ഇതിനെ ലവ് അടിക്കല്ലേ, ഇത് കൊള്ളൂല. എടാ ഡെക്കറേഷൻ ഒക്കെ വെച്ചോ? ഇത് സംഭവം അറിയോ? ഇത് നമ്മള് ഈ ആറ്റി കൂടെ നീന്തി പോന്ന ഇതാണ്. എന്താണ് ഭയങ്കരമായിട്ട് ഉണരുന്നു കേട്ടോ. താറാവിനെ കണ്ടില്ലേ? ഇതാണ് ആറ്റി കൂടെ നീന്തി പോകുന്ന താറാവ്. പക്ഷെ ആറിന് നിങ്ങൾ എന്താണ് ഈ കളറും തോന്നിച്ചാൽ ഇത് പ്യുവർ വാട്ടർ ആണ്. മനസ്സിലായില്ലേ? നമ്മള് ലക്ഷദ്വീപിൽ കൂടെ പോകുന്ന താറാവ് ഗൈസ്. ലക്ഷദ്വീപ് താറാവില്ലല്ലേ? എന്നാ പിന്നെ മഞ്ഞ താറാവുണ്ടോ? നീ മഞ്ഞ താറാവിനെ കണ്ടുപിടിച്ചതാ. എല്ലാത്തിലും അങ്ങനെ കറക്റ്റ് നോക്കുവാണെങ്കിൽ എന്തോ അരിഞ്ഞു കൊടുക്കുന്നോ? താറാവിനെ തിന്നാനാണോ? കണ്ണിനായിരിക്കും. അത് കണ്ണ് ചെയ്യാൻ ഭയങ്കര ഞാൻ പഠിച്ചു കേട്ടോ. കണ്ണ് എന്റെ കണ്ണ് കണ്ടില്ലേ? എന്റെ കണ്ണ് കണ്ട ആര് അട്രാക്ഷൻ തോന്നുന്ന കണ്ണാ. ഇതൊന്ന് കത്തിച്ച്. കാരണം കണ്ണ് വെക്കുന്നതിന് വരെ ഇതുണ്ട്, കാര്യമുണ്ട്. കൃഷ്ണമണി അറ്റത്താ വെക്കുന്നത്, നടുക്ക് വെക്കരുത്, അറ്റത്തെ വെക്കാവൂ. ഞാൻ അങ്ങനെ നമുക്ക് അങ്ങനെ നമ്മുടേതായിട്ടുള്ള ഒരു കഴിവില്ലേ ഗൈസ്, മനസ്സിലായില്ലേ? അല്ല നമ്മൾ ആരെയും കോപ്പി അടിക്കാൻ പാടില്ല. നമ്മള് അതൊരു മോഡലാണ്. നമ്മൾ നമ്മളേതായിട്ടുള്ള കഴിവിൽ വേണം ചെയ്യാൻ. കണ്ടില്ലേ ഇരിക്കുന്നില്ലേ? എന്റെ ആണ്ടക്കാണ് കേട്ടോ, നിന്റെ പെണ്ടക്കാണേ. ഇതിന്റെ കൃഷ്ണമണി നോക്കി ഒരെണ്ണം മേലും ഒരെണ്ണം താഴെ കണ്ണിന്റെ അകത്തിരിക്കണ്ടേ? ഇതൊക്കെ പുറത്തുകൊണ്ടിട്ട് നടക്കാമോ? അതിന്റെ ബ്യൂട്ടി. പിന്നെ എന്റെ മാറ്റം പറഞ്ഞ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിട്ട് മാറ്റം പറഞ്ഞ അത് നിങ്ങൾ നോക്കണം. നോക്ക് ഗൈസ്, എന്റെ ഡക്ക് ഇപ്പൊ ഇങ്ങനെ അലമ്പ് കാണിക്കുന്നേ ഗൈസ്. ഇല്ല ഞാൻ ഇച്ചിരി ഇരുന്നോണ്ട് ഞാൻ വരും. ഞങ്ങള് ബസ് സ്റ്റോപ്പിൽ നിൽക്കുക ബസ് കയറാൻ. അപ്പോഴാ ഒരു പൂവാലം വരുന്നേ. നാളെ കേട്ടവൻ എടുത്തിട്ട് പോവാം.
ഇത് കണ്ടോ നീ അതെന്താ പറയാ വെള്ളത്തിൽ നീന്തി പോന്നേ എങ്ങനെ ആദ്യം നിന്റെ ആ ഒരു കലാരഞ്ജനയെ ഞാൻ ഞാൻ ഇവിടെ ഒരു മരവും കൂടി വെക്കാന്ന് വിചാരിച്ചു ആറ്റിൻകരയിലെ മരവും ഒരു കളർഫുൾ ആയതേ കണ്ണു വെക്കാ പൊതിഞ്ഞ് എടാ വെള്ളത്തിൽ മുങ്ങി പോന്നടാ നിന്റെ അക്ക് അതേ സമയം ഇതെന്തൊരു ചൂണ്ടായിട്ടാ ഇത് മാറി ചരിച്ചു കാണിക്കിട്ട് എന്തോടാ ഇത് ആ നീലയിൽ അങ്ങ് ഒട്ടിപ്പിടിച്ചേട്ടാ ഈ നീലയും മഞ്ഞയായിട്ട് വേർപിടുത്താൻ പാടാ ഹേ ഗായ്സ് അപ്പൊ നമ്മുടെ ക്ലേ ചലഞ്ച് ഇവിടെ എല്ലാം നമ്മൾ വർക്ക് ചെയ്ത് പറഞ്ഞതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ലാസ്റ്റ് ചെയ്ത താറാവ് തൊട്ട് നമുക്ക് അങ്ങോട്ട് പരിചയപ്പെടാം ഗൈസ്. ഇത് എന്റെ ഇത് ഏട്ടന്റെ. അതെ അതെ ഇത് ഏട്ടന്റെ ഇത് എന്റെ. ഓക്കേ ഇത് എന്റെ ഇത് ഏട്ടന്റെ. ഇത് എന്റെ ഇത് ഏട്ടന്റെ. ബ്ലൂ ഫോർ ഒക്ടോപ്പസ് ഹിം. അതെ. റോസ് ഫോർ മൈൻ. പിങ്ക് ഫോർ മൈൻ. അപ്പൊ ഗൈസ് ഇതില് മാർക്ക് ഇടുക. എനിക്കറിയാം എല്ലാത്തിലും മൃദുല തന്നെ ആയിരിക്കും ജയിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ളത് എനിക്ക് എന്റെ ക്യാരറ്റിൽ വളരെ കോൺഫിഡന്റ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ ഒക്ടോപ്പസും അധികം അത്യാവശ്യം കൊള്ളാം. പിഗ് കൊള്ളാം. പിന്നെ താറാവ് കുറച്ച് കയ്യിൽ നിന്ന് പോയി, അത് കുറച്ച് ശോഷിച്ചു പോയി. ഇത് ഹണിബീം പോയി. ഹണിബിയുടെ ശൂലം. അത് ശൂലമല്ല ആക്ച്വലി, അത് ഞാൻ പറഞ്ഞില്ലേ, അത് കണ്ടവന്റെ അയ്യത്തേറി ഇത് തേമോട്ടിച്ചതാ. അപ്പം അവിടുത്തെ ശൂലം വെച്ചറിഞ്ഞതാ. അതാണ് സംഭവം കൊള്ളായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇല്ലേ അടിപൊളിയായിരുന്നില്ലേ? ടൈം വെച്ച് നോക്കണേ. ടൈം വെച്ചിട്ട് ആ ഒരു പെർഫെക്ഷൻ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ജയിക്കും. സീരിയസ്ലി ഞാൻ മാക്സിമം അഡ്വർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ പെർഫെക്ഷന് വേണ്ടി കുറച്ചുകൂടി ടൈം എടുത്തേ ഉള്ളൂ. അല്ല നമ്മുടെ ചലഞ്ചിൽ ആദ്യമേ നമ്മൾ പെർഫെക്ഷന്റെ കാര്യമൊന്നുമല്ല, ടൈമിന്റെ കാര്യം പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ടൈം എടുത്ത് ചെയ്തതാ. അതെ. അപ്പം ഇതിന് ഏറ്റവും കൂടുതൽ കോപ്പറേറ്റ് ചെയ്തത് അമ്പൂട്ടനാണ്. പാവം അമ്പൂട്ടി ഓടി വാ, അച്ഛന് കൊണ്ട് ഓടി വാ. നമുക്ക് ഇതിനകത്ത് വെക്കാം. ആരാ എടുക്കുന്നേ നോക്കാം കേട്ടോ. എടേ മതിയുടെ വണ്ടി ഓടിച്ചത്. വാടേ ഇവിടെ നമുക്ക് ബ്ലൂം പറയാം. നമുക്ക് ബ്ലൂം പറയാം. കളിപ്പാട്ടം നിങ്ങൾ നോക്കണേ, എന്തോ ഐറ്റോ കിടക്കുന്നേന്ന്. ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ് ആശാന്. വാ വാ വാ. പിന്നെ വേറൊരു കാര്യം, എന്റെ കൊച്ച് ഒന്നും അലമ്പി വാരി ഇടൂല. എല്ലാം ഇട്ടാലും ഈ സാധനം തിരിച്ചിടും. ആ ഒരു കാര്യത്തിൽ അമ്പൂരിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഒന്നും കണ്ടോ വീട്ടിൽ കണ്ടോ ഗൈസ്? വേറെ ഇതൊക്കെ നമ്മള് ഇപ്പൊ കളിച്ചതാ. അല്ലാണ്ട് തന്നെ അവ ഈ ബോളൊന്നും ഇത് എല്ലാം അലമ്പി. ഞാൻ വിചാരിച്ചു ഇത് വാങ്ങിച്ചപ്പോ മൊത്തം അലമ്പി വരും ഇടുന്നു. പക്ഷെ എന്റെ കൊച്ചുടൂല കേട്ടോ. അമ്പൂട്ടി ഇനി നമ്മുടെ വിധി കെട്ടാൻ അമ്പൂട്ടനാ. അതെ, അമ്പൂട്ട ഇതിൽ ഏതാദ്യം തൊടുന്നു അവര് അച്ഛന്റെ അമ്മയുടെയും കളി ഒന്ന് തൊടുപ്പാ. അമ്പു ഇതിലേതാ ഇതിലേത് വേണം നമുക്ക്? തൊട്. ഇനി പേടിച്ചിരിക്കോടിയ എന്തോ അറിയാത്തോണ്ട് അമ്പൂട്ടി തൊട്ടോ. അല്ല അമ്മയുടെ തൊടണ്ട, അച്ഛന്റെ തൊട്ടോ, ആരുടെയും തൊട്. ഇല്ലടി അവന് പേടിയാടി. അവൻ തൊട്ടാ മതി. തൊടാൻ വേണ്ടി വന്നടാ. ഇഷ്ടപ്പെട്ടേ രണ്ടിലും തൊട്ട് കേട്ടോ. എന്നാലും അവന് പിഗിനെയാണ് ഇഷ്ടപ്പെട്ട. തൊടാൻ പേടി. ഒന്ന് തൊടുപ്പാ. തൊട്ടോ. അത് എന്റെ പിക്കിലല്ലേ തൊട്ടെ? എന്റെ പിക്കിലാണ് കേസ് തൊട്ടത്. അപ്പൊ ഗൈസ് നമ്മുടെ ഈ ഒരു ചലഞ്ച് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എനിവേ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, എന്തോ എൻജോയ് ചെയ്ത് കുറെ നേരം നമ്മൾ സ്പെൻഡ് ചെയ്ത് ഇതിന് വേണ്ടിട്ട്. ഇതിനു വേണ്ടി സമയം കണ്ടെത്താറില്ലല്ലോ. പക്ഷെ നല്ല ചലഞ്ച് ആയിരുന്നു. അമ്പൂട്ടിന് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് നമുക്ക് ഇതിന്റെ പാർട്ടൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ടൈം ഒക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി ഒന്ന് ചലഞ്ചിങ് ആയിരിക്കും. ഇത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിരുന്നു. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നവരെ ബൈ. ഇനി ആളമ്പിക്കണം. 2 3 5 6 അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ് എല്ലാം നമ്മൾ എവിടെ വെച്ചേക്കുന്നത് കണ്ടോ? അടിപൊളിയല്ലേ? പഴയ അവസ്ഥയിലാക്കാനും പറ്റുന്നില്ല. അതെ അതെ, ഇത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ പോയി. അപ്പൊ നല്ല രസമല്ലേ?
കുറച്ചാളത്തേക്ക് എങ്ങനെ ഇരിക്കട്ടെ. ഇരിക്കട്ടെ. അതെ, ഇരിക്കുന്നിടത്തോളം ഇരിക്കട്ടെ. കൊള്ളാതെ കൊള്ളാം guys, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കിട്ടിയില്ല.